നമുക്ക് വർഷങ്ങളോളം കേടാകാതിരിക്കുന്ന ഒരു ചെത്തുമാങ്ങ അച്ചാർ ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനം മാങ്ങ വേണം, ഉപ്പ് വേണം, വിനാഗിരി വേണം. തൽക്കാലം ഇന്ന് നമുക്കിത് ചെയ്ത് വെക്കാം. എന്നിട്ട് നാളെ ആണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ബാക്കിയുള്ള ചെയ്യുന്ന രീതികളും കാണിക്കുന്നത്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അച്ചാറിട്ടിട്ട് ഇതുവരെ ഇങ്ങനെ കേടാകാണ്ടിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഇട്ട് നോക്കണേ. ഞാൻ ഇന്ന് ഇതിൻ്റെ ചെയ്തിട്ട് നമുക്ക് നാളെ ബാക്കിയുള്ള കാണിക്കാമേ. അപ്പം ഇന്ന് നമുക്കിത് ചെത്തി ഉപ്പിട്ട് വിനാഗിരി ഇട്ട് വെക്കാമേ. നമ്മളിപ്പോൾ ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇത് നമുക്ക് നാളെ എടുത്തിട്ട് മുളകും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ചെത്തുമാങ്ങ അച്ചാറിട്ട് വെക്കാമേ. ഇന്നലെ നമ്മൾ തയ്യാറാക്കി വെച്ച മാങ്ങയുടെ കൂട്ടിലേക്ക് ചേർക്കാനായിട്ട് 2.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ഇനി 1 ടീസ്പൂൺ ഉലുവ ഇടാം. ഇതിലേക്ക് അടുത്തതായിട്ട് കടുക് ഇടാതെ, നമ്മൾ കടുക് പരിപ്പുള്ളവർക്ക് കടുക് പരിപ്പ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതിയാവുമേ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ കടുക് പരിപ്പ് ഇപ്പം നിലവിലില്ല, അതുകൊണ്ടാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കണേ. മുളക് പൊടിയിലൊക്കെ ചിലപ്പം ജലാംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൂത്തു പോകുമേ. അതുകൊണ്ട് നമുക്ക് ഒന്ന് ചൂടാക്കാം. മുളക് പൊടി ഒരുപാട് നമ്മൾ വറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയേ. ഒന്ന് തീ സിമ്മ് കുറച്ച് വെച്ചിട്ട് വേണം, ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട്. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതിയാവുമേ. ഇതൊക്കെ നമ്മുടെ അച്ചാർ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ട്രിക്കുകളാണ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ഉലുവ ചൂടാക്കാമേ. 1 ടീസ്പൂൺ ഉലുവ നമ്മൾ ജസ്റ്റ് ഒരുപാട് വറക്കുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 1/2 കിലോയ്ക്ക് 1 ടീസ്പൂണിൽ കൂടുതൽ ഉലുവ ചേർക്കരുത്, കാരണം അത് നമ്മുടെ അച്ചാർ കഴിക്കും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് കടുക് ഒന്ന് ചൂടാക്കാവേ. കടുക് ചൂടാക്കുമ്പോൾ ഇതുപോലെ തന്നെ കടുക് പൊട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് നേരം വെക്കുകയും വേണ്ട, ഒരു 2-3 സെക്കൻഡ്, അതിൽ കൂടുതൽ വെക്കുകയും വേണ്ട. ഓക്കെ. കടുക് പരിപ്പുള്ളവർ കടുക് പരിപ്പ് ചേർക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വീട്ടിലെ കടുക് നമുക്ക് ചൂടാക്കി ഇങ്ങനെ ഉപയോഗിക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഇത് നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് കടുകും ഉലുവയും കൂടി ചെറുതായിട്ട് പൊടിക്കണം. മുഴുവനായിട്ട് പൊടിയാക്കാൻ പാടില്ല, ചെറിയ തരികളോടുകൂടി ചതച്ചെടുക്കാന്ന് പറയല്ലേ, അതുപോലെ എടുക്കണേ. എന്നിട്ട് നമുക്ക് ചതച്ചുകൊണ്ട് വരാവേ. നമുക്കെന്നാൽ ഇത് പൊടിച്ചിട്ട് വരാവേ. ഉലുവ ഒന്ന് ചതച്ച് പൊടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ പൊടിക്കാം. ഒന്നിലും വെള്ളം ശകലം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ലേ. വെള്ളമയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ എളുപ്പം പൂത്തു പോകും. അതുകൊണ്ടാണ് ചെറിയ തരികളോടുകൂടി വേണം കേട്ടോ ഉലുവ പൊടിക്കാനായിട്ട്. ഉലുവ പൊടിച്ചു കഴിഞ്ഞ് ഉലുവ ഇങ്ങനെ തരിതരിയോടുകൂടി വേണം പൊടിക്കാനായിട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ തരിതരിയോടുകൂടി വേണം പൊടിക്കാനായിട്ട്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടുക് കൂടെ വെച്ചിട്ട് പൊടിക്കാമേ. ഇല്ലെന്നുണ്ടെങ്കിൽ കടുക് ഇങ്ങനെ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവും. കടുകും ഉലുവയും കൂടെ ഒന്നിച്ചിട്ട് ചതയ്ക്കുകയാണ്. കടുക് സെപ്പറേറ്റ് ചതച്ച് കഴിഞ്ഞാൽ അരകല്ലിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരുമിച്ചിട്ട് ചതച്ചത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. ഇത് കാണാവോ? ഇങ്ങനെ തന്നെ വേണ്ട, തരിതരിയായിട്ട് വേണം പൊടിക്കാനായിട്ട്. ഫൈൻ പൗഡർ ആകരുത് കേട്ടോ.
ഇന്നലെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ സെറ്റായി വന്നിട്ടുണ്ട്. അതിനകത്ത് വിനാഗിരി ഉപ്പും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് യോജിച്ച് അതിനകത്ത് നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാങ്ങ ഒരു വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. വേറെ ഒരു ബൗളിലോട്ട് മാറ്റാം. നമുക്ക് കുറച്ച് നല്ലെണ്ണയും കൂടി ചൂടാക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് മതിയാവും. നമ്മുടെ അച്ചാർ തീയിലല്ല ഉണ്ടാക്കുന്നത്. ജസ്റ്റ് മുളക് പൊടിയും ഉലുവയും കടുകും ഒന്ന് ചൂടാക്കി പൊട്ടിക്കും. പിന്നെ നമ്മുടെ എണ്ണയും ചൂടാക്കും. ഇത്ര മാത്രമേ ഉള്ളൂ തീയിൽ. ബാക്കിയൊന്നും നമ്മൾ തീ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല. അല്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുവാണ് എല്ലാം കൂടെ. എണ്ണ ഇപ്പോൾ ഞാൻ വളരെ ഒരു മിനിമം ലെവലിൽ എടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് അത്രത്തോളം വേണം. ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റായിട്ട് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കുറച്ച് മിക്സിങ്ങിന് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണ എടുത്തത്. എന്നാലേ നമ്മുടെ അച്ചാർ കേട് കൂടാതെ നാളുകളോളം ഇരിക്കുകയുള്ളൂ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ എണ്ണ ചൂടായ എണ്ണ ഒന്ന് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് ചേർക്കാനായിട്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാവേ. നമ്മൾ ആ ഉപ്പും വിനാഗിരിയും ചേർന്ന് വെച്ച ആ മാങ്ങയുടെ നീരും എല്ലാം കൂടെ ചേർന്നുള്ള മിശ്രിതത്തിലോട്ട് നമുക്ക് എടുത്തു വെച്ച് ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ഇടാവേ. മുളക് പൊടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ആ കടുക് പരിപ്പും ഉലുവയും കൂടെ ഉള്ളത് അതും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാവേ. കുറച്ച് എണ്ണ ആവശ്യമായിട്ട് വരുവേ നമുക്ക്. ഒരു പകുതി എടുക്കുന്നതിൻ്റെ പകുതി, അതായത് ഞാനൊരു അരക്കപ്പ് ഈ മുളക് പൊടിയൊക്കെ എടുത്തതിന് ഇതൊരു 80 ml ആണ്. 80 ml കപ്പ. അതിനൊരു 3/4 എടുത്തിട്ടുണ്ടായിരുന്നു ഓയിൽ. അപ്പം അതിൻ്റെ പകുതി വേണം നമ്മൾ ഈ മിശ്രിതത്തിലോട്ട് ചേർക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ, ചെത്തിയ മാങ്ങ ഇതിലോട്ട് മിക്സ് ചെയ്യാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. എല്ലായിടത്തോട്ടും നമ്മുടെ മുളകും ഉലുവയും കടുകിൻ്റെയൊക്കെ ആ മിശ്രിതവും എണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് നന്നായിട്ട് കുഴഞ്ഞ് പിടിക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ അച്ചാർ നല്ലൊരു അച്ചാറിൻ്റെ ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലോട്ട്, ഒരു ചില്ല് ഭരണിയിലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഭരണിയിലോട്ട് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് ഇപ്പോൾ ചില്ലിൻ്റെ ഒരു കുപ്പി ഭരണിയാണുള്ളത്. അപ്പോൾ നമുക്ക് അതിലോട്ട് മാറ്റാമേ. നമ്മൾ ഈ സൈഡിലൊക്കെ പറ്റുന്ന അച്ചാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തൂത്ത് നല്ല വൃത്തിയാക്കി വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പലടിക്കാനുള്ള സാധ്യതയുണ്ട്. അച്ചാർ നമ്മളിടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഒരു സാധനത്തിലും, നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിലാട്ടെ പൊടികളിലാട്ടെ ഒന്നിലും വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് പൂത്തുപോകും. കാരണം ഞാനിത് ഈ അച്ചാർ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഈ മാങ്ങ സീസണിൽ ഇട്ട് വെച്ചത് ഇപ്പോഴും എനിക്ക് കുറച്ച് ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അച്ചാർ നമ്മൾ ഇതിനകത്തുനിന്ന് ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നല്ല ഉണങ്ങിയ സ്പൂണൊക്കെ ഇട്ട് വേണം ഇതിനകത്തുനിന്ന് എടുക്കാനായിട്ട്. എപ്പോഴും ഇങ്ങനെ കുത്തി ഇളക്കി എടുക്കരുത്. ആകെ ആവശ്യമുള്ള ഭാഗം മാത്രം ഇച്ചിരി. നമ്മൾ സാധാരണ അച്ചാറുകൾ എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇളക്കിയെടുക്കും, എണ്ണമയമൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യേണ്ട. ഇത് ആവശ്യമുള്ളത്രേ, ഇപ്പോൾ ഒരു പീസെങ്കിൽ ഒരു പീസ് അത്രയും എടുത്താൽ മതി. ഇളക്കിയെടുക്കേണ്ട, എല്ലാത്തിലും നല്ലതായിട്ട് പുരണ്ടിരിക്കുകയുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്കിത് പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ട്രിക്കും കൂടെ ചെയ്യാനുണ്ട്. നമ്മളിത് അച്ചാറിൻ്റെ സൈഡിൽ പറ്റിയതൊക്കെ ഞാനിങ്ങനെ തൂത്ത് കളയുകയാണേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ പൂത്ത് പോകും. ഞാനിങ്ങനെ ഭരണിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ അച്ചാറിൻ്റെ അല്ലാതെ നമ്മളിങ്ങനെ ഭരണി ഇടുമ്പോൾ പറ്റുമല്ലോ, അതെല്ലാം ഞാനിങ്ങനെ തുടച്ച് മാറ്റുവാണേ.
നമ്മൾ പറഞ്ഞല്ലോ അച്ചാർ പൂത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെക്കൂടുണ്ടത്. അതിനകത്ത് ഒന്നാണിത്. നമ്മൾ നന്നായിട്ട് ഒരു വാഴയില തുമ്പ് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് കടുകെണ്ണ, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെണ്ണ, നല്ലെണ്ണയോ എന്തെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് പുരട്ടുക. അപ്പം ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. രണ്ട് വശവും തേച്ച് പിടിപ്പിക്കണേ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എണ്ണ നമുക്ക് കുറച്ച് എണ്ണ ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിക്കണേ. ഇതിൻ്റെ ബാക്കി പകുതി നമ്മൾ വാഴയില അതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുന്നതാണ്. അതിനകത്തൊക്കെ അതിന് ശേഷം ബാക്കി മിച്ചം വന്ന എണ്ണയും കൂടെ നമ്മളിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം, അതായത് എനിക്കൊരു വർഷമായിട്ട് കേടുകൂടാതിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ പുറം രാജ്യത്തൊക്കെ ജോലിക്ക് പോകുന്ന ഗൾഫും അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ പോകുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വീട്ടിൽ അച്ചാറിട്ട് കൊടുത്താൽ അവർക്ക് കാലങ്ങളോളം ഇത് ഉപയോഗിക്കാം, കേടൊന്നും വരാതെ ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം തൊടാൻ പാടില്ല. നമ്മൾ വെള്ളം ഒരു തരത്തിലും സ്പൂണൊക്കെ വളരെ ശ്രദ്ധിച്ച് വെള്ളവും മയമൊന്നും ഇല്ലാതെ വേണം നമ്മളതിനകത്ത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഹോസ്റ്റലിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ഇത് വളരെയധികം ഇഷ്ടമായിരിക്കും. ഞങ്ങളുടെ അടുത്തൊക്കെയുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാറുണ്ട്. നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് മുറുക്കി അടച്ചതിന് ശേഷം നമ്മൾ വെയിലത്ത് വെക്കണം. ഒരു 2 ദിവസം. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. നമ്മൾ 2 ദിവസം ഇത് നല്ല വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിച്ചിട്ട് നമുക്കൊരു 10 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാകും. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണോട് അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.